നമസ്തേ, രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ക്ഷേത്ര സഞ്ചാരം കാസർഗോഡ് ജില്ലയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിപ്രശസ്തമായ ഒരു ക്ഷേത്രത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അഥവാ അനന്തപുരം തടാക ക്ഷേത്രം. തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂലക്ഷേത്രമാണ് ഈ ക്ഷേത്രം എന്നാണ് വിശ്വാസം. ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു അതിപുരാതനമായ ക്ഷേത്രമാണ്. തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ളതുപോലെ തന്നെ ഇവിടുത്തെ വിഗ്രഹവും അത്യപൂർവമായ കടും ശർക്കര യോഗത്തിലുള്ളതാണ്. പിന്നെ അതിമനോഹരമായ ചുമർചിത്രങ്ങളൊക്കെയുള്ള ഒരു ക്ഷേത്രമാണ്. വൈഷ്ണവ ഭക്തിയുടെ ആ മാധുര്യവും മനോഹാരിതയും ആ ചൈതന്യവും ഒക്കെ നിറച്ചു വെച്ചിരിക്കുന്ന ഈ പുരാതന ക്ഷേത്രത്തിനെ കുറിച്ച് പറയുവാനായിട്ട് അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടത്തിന്റെയും നാഥനായ ആ ശ്രീ പത്മനാഭസ്വാമി തന്നെ നമ്മളെ അനുഗ്രഹിക്കട്ടെ. കാസർഗോഡ് ജില്ലയിൽ കുമ്പള നഗരത്തിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ കിഴക്കുമാറി സ്ഥിതി ചെയ്യുന്ന അനന്തപുരം ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം അഥവാ അനന്തപുരം തടാക ക്ഷേത്രം ഐതിഹ്യപരമായും ചരിത്രപരമായും ഒത്തിരി പ്രത്യേകതകളുള്ള നൂറ്റാണ്ടുകളുടെ പൗരാണികത അവകാശപ്പെടുന്ന ഒരു പുണ്യ പൈതൃക ഭൂമിയാണ്. പ്രകൃതി ഭംഗിയാൽ നിറഞ്ഞ അതിവിശാലമായ ക്ഷേത്രഭൂമിയിൽ ഒരു തടാകത്തിന് മുകളിൽ പ്രകാശിക്കുന്ന ഈ പുണ്യക്ഷേത്രം ലോകത്തിലെ അതിസമ്പന്നമായ 108 വൈഷ്ണവ തിരുപ്പതികളിൽ ഒന്നായ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലക്ഷേത്രമാണ്. 2 ക്ഷേത്രങ്ങളുടെയും ഐതിഹ്യവും ഏകദേശം സമാനമാണ്. തുളുബ്രാഹ്മണ സന്യാസിയായ വില്വമംഗലസ്വാമിയാർ അഥവാ ദിവാകരമുനി പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഭഗവാനെ സേവിച്ച് കഴിഞ്ഞത് ഈ പുണ്യഭൂമിയിലാണ് എന്നാണ് വിശ്വാസം. ഗോശാലകൃഷ്ണന്റെ പ്രതിഷ്ഠ അന്ന് തന്നെ ഇവിടെ ഉണ്ടത്രേ. പരമഭക്തനായ സ്വാമിയാരുടെ അടുത്തേക്ക് ഒരിക്കൽ നീല നിറത്തിലുള്ള അതിതേജസ്വിയായ ഒരു 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഉണ്ണി ഇനി വന്നു. പിന്നെ സ്ഥിരമായി ആ ഉണ്ണി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. നല്ല വികൃതിയായ ഉണ്ണി ഒരിക്കൽ ഒരു കുറുമ്പ് കാണിച്ചപ്പോൾ സ്വാമിയാർക്ക് ദേഷ്യം വരികയും പുറം കൈകൊണ്ട് അദ്ദേഹം കുഞ്ഞിനെ തള്ളി മാറ്റുകയും ചെയ്തു. ഈ കഥ നമ്മൾ വിസ്തരിച്ച് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കഥ നടക്കുന്നത് ഇവിടെയാണ് എന്നാണ് വിശ്വാസം. സ്വാമിയാർ തള്ളി മാറ്റിയപ്പോൾ കുഞ്ഞു ചെന്ന് വീഴുന്നത് ഈ ക്ഷേത്രത്തിനു ചുറ്റുമുള്ള തടാകത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിരുന്നു. അപ്പോൾ ആ സ്ഥലത്ത് ഒരു ഗുഹ പെട്ടെന്ന് ഇങ്ങനെ പ്രത്യക്ഷമാവുകയും കുഞ്ഞവിടെ അപ്രത്യക്ഷനാവുകയും ചെയ്യുന്നു. അവിടെ ഉടനെ തന്നെ ഓങ്കാരനാദത്തോടുകൂടി ദിവ്യമായൊരു ജ്യോതിസ് പ്രത്യക്ഷപ്പെട്ടു. അത് മുന്നോട്ട് നീങ്ങുന്നത് കണ്ടപ്പോൾ സ്വാമിയാർ ഗുഹയിലൂടെ തന്നെ ആ പ്രകാശത്തിനെ പിന്തുടർന്നു. പടിഞ്ഞാറൻ ദിശയിലേക്കാണ് സ്വാമിയാർ നടന്നത്. എത്തിച്ചേർന്നത് കടൽ തീരത്തായിരുന്നു. ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വന്ന സ്വാമിയാർ കടൽ തീരത്ത് 2 ദിവ്യമായ പാദങ്ങളുടെ അടയാളങ്ങൾ കണ്ടു. ഈ സ്ഥലം മൊഗ്രാൽ എന്ന പ്രദേശത്തിനടുത്തുള്ള നാങ്കുഴി എന്ന സ്ഥലമായിരുന്നു എത്രേ. കറുത്ത കല്ലുകൊണ്ട് ചെത്തിയ 2 പാദങ്ങളുടെ ആകൃതി ഇന്നും അവിടെ കാണാനുണ്ട് എന്ന് പറഞ്ഞു കേട്ടു. പിന്നീടാണ് അദ്ദേഹം തെക്കോട്ട് സഞ്ചരിച്ച് അനന്തൻകാട് കണ്ടുപിടിക്കുന്നതും അവിടെ വെച്ച് ശ്രീ പത്മനാഭനെ ദർശിക്കുന്നതുമായ ആ ഐതിഹ്യമൊക്കെ സംഭവിക്കുന്നത്. തിരുവനന്തപുരത്ത് വെച്ച് ഭഗവാന്റെ ആ വിശ്വരൂപം ദർശിച്ച സ്വാമിയാർ തിരിച്ച് ഇവിടെ വന്ന് അനന്തപത്മനാഭനെ പ്രതിഷ്ഠിച്ച് പൂജിച്ച് കുറേ കാലം ഇവിടെ ജീവിച്ചു എന്നാണ് വിശ്വാസം. ഭഗവാന്റെ ചൈതന്യം മറഞ്ഞ ആ ഗുഹ ഇന്നും ഇവിടെ സംരക്ഷിച്ചു പോരുന്നുണ്ട്. ഗുഹയുടെ മധ്യഭാഗത്തെ കുഴിയിൽ ശുദ്ധജലം ഉണ്ടത്രേ. കാട്ടുകല്ലിനാൽ നിർമ്മിക്കപ്പെട്ട ഈ ഗുഹയ്ക്ക് മുകളിൽ ശ്രീഗണപതിയുടെ ശ്രീകോവിൽ ഉണ്ട്. വില്വമംഗല സ്വാമിയാർ ഈ ഗുഹയിൽ തപസ് ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അത്രയ്ക്കും പരിപാവനമായതിനാൽ ആർക്കും ആ ഗുഹയിലേക്ക് പ്രവേശനമില്ല. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അനന്തശയന വിഗ്രഹമാണല്ലോ ഉള്ളത്. എന്നാൽ ഇവിടെ അനന്തന് മുകളിൽ ഉപവിഷ്ടനായിരിക്കുന്ന ഭാവത്തിലാണ് ഭഗവാൻ ദർശനമരുളുന്നത്. കറുത്ത പാറക്കല്ലിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകത്തിൻ്റെ മുകളിലാണ് ക്ഷേത്രം പടുത്തുയർത്തിയിരിക്കുന്നത്. സർപ്പക്കെട്ട് ശൈലിയിലുള്ള വ്യത്യസ്തമാർന്ന ദീർഘമായ ചുറ്റുമതിലാണ്
കിഴക്ക് ദർശനമായിട്ടുള്ള ഈ ക്ഷേത്രത്തിനുള്ളത്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉയരം കൂടിയ ഭൂപ്രദേശത്ത് നിന്ന് താഴത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ ക്ഷേത്ര നിർമ്മിതികളെക്കാളുമൊക്കെ വ്യത്യസ്തത ഈ തടാക ക്ഷേത്രത്തിനുണ്ട്. ബലിക്കല്ല് കഴിഞ്ഞ് താഴേക്കുള്ള സോപാന പടികളിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ കിഴക്കേ ഗോപുരത്തിൽ എത്തിച്ചേരുന്നു. കുറച്ചുകൂടി മുന്നോട്ട് സോപാന പടികളിലൂടെ ഇറങ്ങുമ്പോൾ നമസ്കാര മണ്ഡപത്തിനടുത്ത് എത്തുന്നു. നമസ്കാര മണ്ഡപത്തിൻ്റെ കൊത്തുപണികളും മേൽക്കൂരയിലുള്ള അതിമനോഹര തൈലവർണ്ണ ചിത്രങ്ങളുമൊക്കെ കാണേണ്ടത് തന്നെയാണ്. സപ്തർഷികൾ, കനകദാസർ, പുരന്ദരദാസർ, മീരാഭായ് എന്നിങ്ങനെ പല ദിവ്യ ഋഷീശ്വരന്മാരുടെയും മഹാഭക്തന്മാരുടെയും ഒക്കെ ചിത്രങ്ങൾ അവിടെയുണ്ട്. നമസ്കാര മണ്ഡപത്തിന് മുമ്പിൽ നിന്നാണ് ഭഗവാനെ ദർശിക്കുന്നത്. നമസ്കാര മണ്ഡപത്തിനും ശ്രീകോവിലിനുമിടയിൽ ഭഗവാന്റെ അഭിഷേകാദികൾ നടക്കുന്ന മുഖമണ്ഡപമുണ്ട്. 5 ഫണങ്ങൾ വിടർത്തി കുട പിടിച്ചിരിക്കുന്ന അനന്തന് മുകളിൽ ശ്രീ അനന്തപത്മനാഭസ്വാമി ഉപവിഷ്ടനായിരിക്കുന്നു. പിറകിലെ ഹസ്തങ്ങളിൽ ശംഖചക്രങ്ങളും മുമ്പിലെ കൈകൾ അഭയ വരദ മുദ്രകളും ധരിച്ചിരിക്കുന്നു. ഇരുവശങ്ങളിലുമായി ഭൂദേവിയും ശ്രീദേവിയും കൂടാതെ ഗരുഡൻ, ഹനുമാൻ, 2 വശങ്ങളിലുമായി ചാമരം വീശുന്ന നാഗകന്യകമാർ എന്നിങ്ങനെ ശ്രീകോവിലിനുള്ളിൽ 7 വിഗ്രഹങ്ങൾ ഉണ്ട്. മുഖമണ്ഡപത്തിൻ്റെ മറവുള്ളതുകൊണ്ട് തന്നെ എല്ലാം ഒന്നും ദൃശ്യഗോചരമല്ല. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടം മുഴുവൻ ആരുടെ ഇച്ഛയ്ക്ക് അനുസൃതമായാണോ ചലിക്കുന്നത്, ആ സച്ചിദാനന്ദ പൊരുളിൻ്റെ, ആ ഭഗവാന്റെ ദിവ്യദർശനത്തിൻ്റെ ആ മനോഹാരിത പറയുവാൻ സാക്ഷാൽ അനന്തന് പോലും അസാധ്യമാണ്. അതിമനോഹരമായ അലൗകികമായ ഒരു ദിവ്യദർശനം തന്നെയാണ് അനന്തപത്മനാഭസ്വാമി ഭക്തന് പ്രദാനം ചെയ്യുന്നത്. കടും ശർക്കര വിഗ്രഹമായതിനാൽ തന്നെ അഭിഷേകാദികൾക്ക് വേറെ ബിംബമുണ്ട്. ശംഖചക്ര അഭയവരദ മുദ്ര കൊത്തിയ കരിങ്കൽ സ്തംഭങ്ങളാൽ താങ്ങി നിർത്തുന്ന മുഖമണ്ഡപവും അതിമനോഹരമാണ്. ഭഗവാന്റെ അഭിഷേകം ദർശിക്കുവാനുള്ള ഭാഗ്യവും ആ വൈകുണ്ഠനാഥൻ അനുവദിച്ചു തന്നു. ശ്രീകോവിലിൻ്റെ പുറം ചുമരുകളിലുള്ള ചുമർ ചിത്രങ്ങൾ പ്രകൃതിദത്ത വർണ്ണങ്ങളുടെ സംയോജനം കൊണ്ട് വരച്ചതാണ് എന്നത് ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. ശ്രീകോവിലിനു ചുറ്റും ഹസ്വപ്രദക്ഷിണ രീതിയാണ് അവലംബിച്ചു പോരുന്നത്. അതിനാൽ തന്നെ ഭഗവാനെ മുഴുവനായും പ്രദക്ഷിണം ചെയ്യണമെങ്കിൽ ഈ തടാകത്തിനെ തന്നെ ചുറ്റി വരേണ്ടതുണ്ട്. ഭഗവാൻ അഭിഷേകം ചെയ്ത ജലം മുഴുവൻ തടാകത്തിൽ വീഴുന്നതിനാൽ ഏറ്റവും പരിപാവനമായി ഈ ക്ഷേത്രത്തിനു ചുറ്റുമുള്ള ഈ ജലസ്രോതസ്സിനെ കണക്കാക്കുന്നു. മുഖമണ്ഡപത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ചെറിയ കിണറിൽ നിന്നാണ് പൂജാ ആവശ്യങ്ങൾക്ക് ജലം എടുക്കുന്നത്. ഔഷധമൂല്യങ്ങളാൽ സമ്പന്നമായ തടാകത്തിലെ ജലം ഏത് കാലാവസ്ഥയിലും ക്രമാതീതമായി ഉയരുകയോ താഴുകയോ ചെയ്യുകയില്ല എന്നത് ഒരു അത്ഭുതമാണ്. ശ്രീകോവിലിൻ്റെ പുറം ചുമരിൽ സംഘർഷണൻ, അനിരുദ്ധൻ, പ്രദ്യുപ്നൻ എന്നീ കടും ശർക്കര യോഗത്തിലുള്ള വിഗ്രഹങ്ങളും ശ്രീകോവിലിൻ്റെ ദ്വാരപാലകന്മാരായി വൈകുണ്ഠത്തിലെ ദ്വാരപാലകന്മാരായ വിഷ്ണു പാർഷദന്മാരായ ജയവിജയന്മാരുടെ വിഗ്രഹങ്ങളുമുണ്ട്. അത്യപൂർവമായ കടും ശർക്കര യോഗം എന്ന നിർമ്മാണ പ്രക്രിയയിലൂടെ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിലെ വിഗ്രഹങ്ങൾ എന്ന് നമ്മൾ ആദ്യം പറഞ്ഞുവല്ലോ. 1200 വർഷത്തിലധികം പഴക്കമുണ്ടായിരുന്ന കടും ശർക്കര വിഗ്രഹങ്ങൾക്ക് കാലപ്പഴക്കത്താൽ ന്യൂനതകൾ സംഭവിച്ചപ്പോൾ 1976 ഈ വിഗ്രഹങ്ങൾ ശ്രീകോവിലിൽ നിന്നെടുത്ത് ജലാധിവാസം ചെയ്യുകയും പകരം പഞ്ചലോഹ വിഗ്രഹവും ശിലാവിഗ്രഹങ്ങളും സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ ദേവപ്രശ്നത്തിൽ ഈ വിഗ്രഹങ്ങളെല്ലാം മാറ്റണമെന്നും കടും ശർക്കര വിഗ്രഹങ്ങൾ തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ വേണ്ടത് എന്നും തെളിഞ്ഞു. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടിയാണെങ്കിലും അനുയോജ്യനായ ശില്പിയെ കണ്ടെത്തി കടും ശർക്കര വിഗ്രഹങ്ങൾ നിർമ്മിച്ച് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. 64 ആയുർവേദ ഔഷധങ്ങൾ ഉൾപ്പെട്ട 108 സസ്യജന്യ ജന്തുജന്യ പ്രകൃതിജന്യ സാമഗ്രികൾ ആവശ്യമായിട്ടുള്ള കടും ശർക്കര വിഗ്രഹ നിർമ്മാണ പ്രക്രിയക്കിടെ പലപ്പോഴും ശ്രീ അനന്തപത്മനാഭസ്വാമിയുടെ കൃത്യമായ ഇടപെടലുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഭക്തന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു.
ഈ തടാകത്തിൽ താമസിച്ചിരുന്ന ബബിയ എന്ന സസ്യഭുക്കായ നിരുപദ്രവകാരിയായ ഒരു മുതലയുടെ കഥ നമ്മളിൽ പലരും പലപ്പോഴായി കേട്ടിട്ടുണ്ടാകും. ഈ തടാകത്തിലെ ആ ഗുഹകളിലൊക്കെയാണ് അത് താമസിച്ചിരുന്നത്. ആ കൂറ്റൻ മുതല ഒരു മഹാഭക്തന്റെ എല്ലാ ലക്ഷണങ്ങളും പ്രകടമാക്കിയിരുന്നു. ഭഗവാന്റെ ആ നിവേദ്യം മാത്രം കഴിച്ച് ജീവിച്ചിരുന്ന ബബിയ 2022 വിഷ്ണുപദം പൂകി. ബബിയ തടാകത്തിൽ പ്രത്യക്ഷമാകുന്നതിന് മുമ്പ് വേറെ ഒരു മുതല ഇവിടെ ഉണ്ടായിരുന്നുവത്രേ. 1945 ബ്രിട്ടീഷ് സൈന്യത്തിലെ ഒരു വ്യക്തി ഈ മുതലയെ വെടിവെച്ചു കൊന്നു. അപ്പോൾ തന്നെ വൃക്ഷത്തിൻ്റെ മുകളിൽ നിന്നും ഒരു വിഷജന്തു ആ സൈനികന്റെ ദേഹത്തേക്ക് ചാടുകയും അതിൻ്റെ ആക്രമണത്തിൽ അയാൾ കാലയവനികയ്ക്കുള്ളിൽ തൽക്ഷണം മറയുകയും ചെയ്തുത്രേ. പിന്നീടാണ് ബബിയ ഈ തടാകത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. ബബിയയുടെ മോക്ഷത്തിനു ശേഷം ഇപ്പോൾ പുതിയ ഒരു മുതല ഈ തടാകത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് ഇവിടുന്ന് പറഞ്ഞറിഞ്ഞു. സാക്ഷാൽ അനന്തപത്മനാഭൻ പരിലസിക്കുന്ന പാലാഴി സദൃശമായ ഈ ദിവ്യമായ തടാകത്തിൽ യക്ഷന്മാർ, ഗന്ധർവന്മാർ, കിന്നരന്മാർ എന്നു തുടങ്ങി ചില ദിവ്യ സാന്നിധ്യങ്ങൾ ഉണ്ടെന്നും ഈ ക്ഷേത്രത്തിൻ്റെ കാവൽക്കാരനായ സാക്ഷാൽ വരുണ ഭഗവാൻ തന്നെയാണ് ഈ മുതലയെന്നും ഒക്കെ വിശ്വാസങ്ങളുണ്ട്. ദിവ്യമായ ഈ പുണ്യഭൂമി ഇങ്ങനെ യുക്തിക്കപ്പുറത്തുള്ള ചില ദിവ്യാനുഭവങ്ങളും പങ്കുവെക്കുന്നുണ്ട്. 100 മീറ്റർ അകലെയായി പുറത്തേ കുളം എന്നൊരു ചെറിയ കുളമുണ്ട്. ക്ഷേത്ര പരിസരത്ത് തന്നെ മയിലുകളെയും കാണുവാൻ സാധിച്ചു. തടാകത്തിൻ്റെ തെക്കുപടിഞ്ഞാറേ മൂലയിലുള്ള ഗോശാലകൃഷ്ണന്റെ പ്രതിഷ്ഠയാണത്രേ ഈ പുണ്യഭൂമിയിലെ ആദ്യത്തെ പ്രതിഷ്ഠ. ഇവിടെയായിരുന്നു വില്ലുമംഗല സ്വാമിയാർ പൂജ നടത്തി താമസിച്ചിരുന്നത് എന്നൊക്കെ ഐതിഹ്യങ്ങളുണ്ട്. വനശാസ്താവ് വേട്ടയ്ക്കൊരുവൻ അഥവാ വേട്ടയ്ക്കൊരു മകൻ ശ്രീ മഹാഗണപതി, ശ്രീ രക്തേശ്വരി, ശ്രീ വേദവതി, ശ്രീ മഹിഷമർദിനി, ഉള്ളാകുള, ബബ്രിയ എന്നിവ മറ്റ് ഉപദേവതാ സാന്നിധ്യങ്ങളാണ്. കുശധ്വജൻ എന്ന രാജാവിൻ്റെ പുത്രിയായ വേദവതി ലക്ഷ്മീ ദേവിയുടെ അവതാരമാണ്. മഹാവിഷ്ണുവിനെ ഭർത്താവായി ലഭിക്കുവാൻ ആ ദേവി തപസ് ചെയ്യുന്ന സമയത്ത് രാവണൻ എത്തിച്ചേരുകയും ദേവിയോട് വിവാഹാഭ്യർത്ഥന നടത്തുകയും സമ്മതമില്ലാതെ ദേവിയുടെ കൈകളിൽ പിടിച്ച് വലിക്കുകയും ചെയ്തു. രാവണൻ സ്പർശിച്ചതിനാൽ ഈ ശരീരം നീചമായി പോയി എന്നും ഇനി എനിക്ക് ഈ ശരീരം വേണ്ട എന്നും തീരുമാനിച്ച് ദേവി അഗ്നിയിൽ ചാടി ദേഹം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് രാവണനെ ശപിക്കുന്നു. അടുത്ത ജന്മത്തിൽ എനിക്ക് ഭർത്താവായി സാക്ഷാൽ മഹാവിഷ്ണു തന്നെ വരുമെന്നും എൻ്റെ കാരണം നിന്റെ മരണം സംഭവിക്കും എന്നും ആ ദേവി പറയുന്നു. ആ ദേവിയാണത്രേ പിന്നീട് മഹാവിഷ്ണു ശ്രീരാമ അവതാരം എടുത്തപ്പോൾ പത്നിയായി അവതരിച്ച ജനകജയായ സീതാദേവി എന്നൊക്കെ കഥകളുണ്ട്. അങ്ങനെ ആ ലക്ഷ്മീ ദേവിയുടെ അവതാരമായ ശ്രീ വേദവതി ദേവിക്കും ഈ പുണ്യഭൂമിയിൽ സ്ഥാനമുണ്ട്. കാർത്തിക പൂജ, വിശേഷ കാർത്തിക പൂജ, പാൽപായസം, സർവസേവ, ശാശ്വത പൂജ, കുങ്കുമാർച്ചന എന്നിങ്ങനെ നിരവധി വഴിപാടുകളുള്ള ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് മുതല ഊട്ട് അഥവാ മുതലയ്ക്ക് നിവേദ്യം കൊടുക്കുക എന്നത്. കുംഭമാസം 14 വാർഷിക ഉത്സവം നടക്കുന്നു. പ്രതിഷ്ഠാദിനം മേടമാസം 24 തുലാമാസം 1 ഭഗവാന് പുത്തരി സമർപ്പണം നടക്കുന്നു. ശ്രീകൃഷ്ണാഷ്ടമി എന്നിവയും മറ്റ് ആണ്ട് വിശേഷങ്ങളാണ്. എല്ലാ മാസവും നവകാതി ശുദ്ധി കലശങ്ങളും, സംക്രമണ ദിവസം ഗണപതി ഹോമവും ദുർഗാപൂജയും, ഞായറാഴ്ച ദിവസം ഗണപതി ഹോമവും ഇവിടെ നടക്കുന്നു. എന്നും രാവിലെ 7:30-ക്കാണ് ഇവിടെ പൂജകൾ തുടങ്ങുന്നത്. സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ അതിപുരാതന ക്ഷേത്രം 9-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. പരശുരാമനാൽ നിർമ്മിതമായ തുളുനാടിൻ്റെ ഭാഗമായ കാസർഗോഡിന് കാഞ്ഞിരക്കോട്, കാഞ്ഞിരോട് എന്നീ നാമങ്ങളും പണ്ട് ഉണ്ടായിരുന്നു. കുസിരക്കോട് എന്ന കന്നഡ വാക്കിൽ നിന്നാണ് ഈ നാമങ്ങൾ ഉത്ഭവിച്ചത് എന്നൊക്കെ പറയപ്പെടുന്നു. ഏകദേശം 2 ഏക്കറോളം വിസ്താരമുള്ള ക്ഷേത്രഭൂമിയുടെ സർപ്പക്കെട്ടിലുള്ള മതിലിൻ്റെ ഏറ്റവും വലിയ സവിശേഷത സർപ്പങ്ങൾക്ക് ഈ മതിലിൽ കയറുവാൻ കഴിയില്ല എന്നതാണ്. ഉപദേവതയായ ഗണപതി ഭഗവാന്റെ ക്ഷേത്രത്തിനടുത്തായി ശിലാലിഖിതമുണ്ട്. പുരാതന തുളുലിപിയിലുള്ള ഇത് ഇതുവരെ വായിച്ചെടുക്കുവാൻ സാധിച്ചിട്ടില്ല. രക്തേശ്വരി ദേവിക്ക് എല്ലാ ചൊവ്വാഴ്ചകളിലും തമ്പില കർമ്മങ്ങൾ നടക്കാറുണ്ട്. പച്ചരിയും
തേങ്ങയും അടങ്ങുന്ന നിവേദ്യ സമർപ്പണമാണ് ഈ വഴിപാട്. ദേവിയുടെ ഇടത്ത് ഭാഗത്തൊരു കല്ലിൽ യക്ഷിയമ്മയുണ്ട്. 3 ദിവസം തുടർച്ചയായി തമ്പില നൽകിയാൽ തെയ്യക്കോലം കെട്ടണം എന്നാണ് ആചാരം. തമ്പില കർമ്മം നടക്കുന്ന സമയത്ത് യക്ഷി സാന്നിധ്യം ഇവിടെ ഉണ്ടാകും എന്ന വിശ്വാസമുള്ളതിനാൽ സ്ത്രീകൾ ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നും നിയമമുണ്ട്. ഈ പ്രദേശങ്ങൾ ഭൂതാരാധനയ്ക്ക് പ്രശസ്തമായതിനാലാണ് വീരഭദ്രൻ്റെയും ഉള്ളാകുള്ളു ദൈവങ്ങളുടെയും സാന്നിധ്യം ഇവിടെ ഉള്ളത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. സിംഹവാഹിനിയായ മഹാദുർഗ തന്നെയാണ് ജലദുർഗയായി തടാകത്തിൽ വസിക്കുന്നത്. കൊടിമരം ഇല്ലാത്തതിനാൽ ബലിക്കല്ലിനെ ആധാരമാക്കി നൃത്തസഹിതം തെപ്പോത്സവം നടക്കുന്നു. വാതരോഗങ്ങൾ മാറുവാനും വ്യാഴഗ്രഹത്തിൻ്റെ പ്രീതി ലഭിക്കുവാനും സർവാഭിഷ്ടങ്ങൾ സിദ്ധിക്കുവാനും സന്താനങ്ങൾക്ക് സൽകീർത്തി ഉണ്ടാകുവാനും ഈ ക്ഷേത്രദർശനം അതീവ ശ്രേഷ്ഠമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. വൈകുണ്ഠ ലോകത്ത് സാക്ഷാൽ നാരായണൻ പരിലസിക്കുന്നത് പോലെ ശ്രീ അനന്തപത്മനാഭസ്വാമി ഈ പുണ്യക്ഷേത്രത്തിൽ വാണരുളുന്നു. പാലാഴി സദൃശമായ ഈ തടാകവും അതിനു മുകളിൽ സ്ഥിതി ചെയ്യുന്ന വ്യത്യസ്തമാർന്ന ഈ പുണ്യക്ഷേത്രവും ശാന്തസുന്ദരമായ ഭൂപ്രകൃതിയും സസ്യജീവജാലങ്ങളും വൈഷ്ണവ ചൈതന്യത്തിൻ്റെ അനുവചനീയമായ ദിവ്യാനുഭൂതി തന്നെയാണ് പ്രവഹിപ്പിച്ചത്. തീർച്ചയായും വന്നു കണ്ട് അനുഭവിക്കേണ്ട ഒരു പുണ്യക്ഷേത്രം തന്നെയാണിത്. ഈ പുണ്യഭൂമിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് വാക്കുകൾ ശ്രീ അനന്തപത്മനാഭസ്വാമിയുടെ പൊന്നു തൃപ്പാദങ്ങളിൽ അർച്ചനയായി സമർപ്പിക്കുന്നു. ഭുജഗതൽപഗതം ഘനസുന്ദരം ഗരുഡവാഹനമംബുജലോചനം നളിനചക്രഗദാകരമവ്യയം ഭജതരി മനുജ കമലാപതി. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിക്കുന്നു. ശ്രീ അനന്തപത്മനാഭസ്വാമി നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഓം നമോ നാരായണായ. ശ്രീ അനന്തപത്മനാഭ ശരണം.